ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജാസി വേൾഡിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൈപ്പോള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴമാണ് കേട്ടോ. അത് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തതിന് ശേഷം കിസ്മിസ് വറുത്തെടുത്താൽ മതി. രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യം കിസ്മിസ് മുരിഞ്ഞ് നന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അണ്ടിപ്പരിപ്പ് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതൊരു ഏകദേശം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരും പദത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആക്കുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഹാൻഡ് ബീറ്റർ കൊണ്ടോ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടോ ഒക്കെ ചെയ്തെടുക്കാം. പക്ഷേ കായ്പോളക്ക് സാധാരണ നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കാറ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റിയ പഴവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ വറുത്തുകോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിലൊരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ച് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ വറുത്തുകോരിയ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കായ്പോളയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇത് വെന്ത് വരുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. കറക്റ്റ് 20 മിനിറ്റാണ് ഇതിന് വേണ്ടി വന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് തന്നെ അറിയിക്കണം. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.